നടൻ കലാഭവൻ നവാസിൻ്റെ വേർപാട് ഇന്നും ഒരു വേദനയോടെ തന്നെയാണ് മലയാളികൾ ഓർത്തെടുക്കുന്നത്. നവാസിനൊപ്പം തന്നെ രഹനയുടെ മുഖവും എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരും. അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇരുവരും. നവാസിനെ മരണവാർത്ത പടർന്നപ്പോൾ എല്ലാവരും ആദ്യം ചിന്തിച്ചതും രഹന ഇതെങ്ങനെ സഹിക്കും, ഉൾക്കൊള്ളുമെന്നാണ്. ഇന്നും ആ വേർപാടും വിടവും രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ തൻ്റെ പ്രിയപ്പെട്ട ഒപ്പമില്ലാത്ത ആദ്യ വിവാഹ വാർഷിക ദിനത്തിലൂടെയാണ് കടന്നു പോവുകയാണ്. 23 വർഷത്തെ ദാമ്പത്യം ഇപ്പോഴിതാ നവാസ് തൻ്റെ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോ ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിൽ ഒരു കുറിപ്പിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് നവാസിൻ്റെ മക്കൾ. നവാസ് ഷൂട്ടിനും മറ്റുമായി വീട്ടിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പോലും മടിച്ചിരുന്ന ആളാണ് രഹന. പ്രിയരെ, ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പച്ചി പാടിക്കൊടുത്തതാണ്. വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത് വാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണിത്. ഇന്ന് ഒക്ടോബർ 27 വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണിന്ന്. രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ നടാറുണ്ട്. അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കായ്ച്ചു നിൽക്കുന്നത്. ഓരോ മരങ്ങളും ഒന്നിനു പറ്റാതെ ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചില്ല. പക്ഷെ വാപ്പച്ചിയെ ചേർത്ത് പിടിച്ച് ഈ വർഷത്തിനും ഉമ്മച്ചി ഫ്രൂട്ട്സിൻ്റെ തൈകൾ നട്ടു. ലോകത്തിൽ ആരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല. അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത്. വാപ്പച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല, ടി വി കാണില്ല, ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല, ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട് ഗ്രൂപ്പിലോ ഇല്ല. വാപ്പച്ചി ഇല്ലാത്ത ഒരു കല്യാണത്തിന് പോലും പോകാറില്ല. വാപ്പച്ചിയായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. വാപ്പച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരെ വാപ്പച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഔട്ടിങ്ങിന് പോകാൻ പോലെ ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല. വാപ്പച്ചിയുമായി ചിലവഴിക്കാനാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം. രണ്ടുപേർക്കും ഒരുമിച്ച് എത്ര നാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല. ഉമ്മച്ചി ഒരു ആഗ്രഹവുമില്ലാത്ത ആളാണ്. വാപ്പച്ചി എപ്പോഴും പറയും, വാപ്പച്ചിയും അടുക്കളയിൽ ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം. ഈ ഭൂമിയിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു. ഇപ്പോൾ പടച്ചവൻ വാപ്പച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന. ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും. ഒരുപാട് സ്നേഹിച്ചതിനാലാവും പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത്. മരണം കൊണ്ടും അവരെ ഒരിക്കലും വേർപിരിക്കാനാവില്ല. അവർ രണ്ടുപേരും ഇപ്പോൾ കാത്തിരിപ്പിലാണ്. പരീക്ഷണത്തിനൊടുവിൽ സ്വർഗത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണകളായി ജീവിക്കാൻ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്നായിരുന്നു കുറിപ്പ്. നിരവധി പേരാണ് നവാസിന്റെ വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്ന കുടുംബത്തിന് ആശ്വസിച്ചുകൊണ്ടെത്തിയത്. മുമ്പ് പല ആമുഖങ്ങളും നവാസ് പറയുമായിരുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങളൊക്കെ മുന്നേ കിട്ടിയിരുന്നു എന്നും, പക്ഷെ തനിക്കും രഹനയ്ക്കും വേർപിരിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് പലതിൽ നിന്നും ഒഴിഞ്ഞു മാറിയതെന്നും. 2002 ഇരുവരുടെയും വിവാഹം. പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും. വിവാഹത്തോടെ അഭിനയം വിട്ട് രഹന കുടുംബിനിയായി. 3 മക്കളാണ് നവാസിനും ഭാര്യ രഹനയ്ക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.